ഏതായാലും നമ്മൾ മാർക്കറ്റിലേക്ക് നോക്കുന്ന സമയത്ത് ഇന്നിപ്പോൾ നിലവിലൊരു ഫ്ലാറ്റ് ടു പോസിറ്റീവ് ടോണിലാണ് മാർക്കറ്റ് മൂവ് ചെയ്യുന്നത്. കഴിഞ്ഞ ദിവസത്തിൽ നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സിലടക്കം ഒരു ഓൾ ടൈം ഹൈ നമ്മൾ കണ്ടതാണ്. അവിടുന്ന് ഹയർ ലെവൽസിൽ ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് നേരിട്ട് വീണ്ടും താഴേക്ക് വരുന്ന ഒരു നിഫ്റ്റിയും ബാങ്ക് നിഫ്റ്റിയുമായിരുന്നു കണ്ടത്. ഈ നിലവിലത്തെ ഈ ഒരു സിനാരിയോയിൽ പ്രധാനമായിട്ടും നിഫ്റ്റി ബാങ്ക് നിഫ്റ്റിയിൽ വാച്ച് ചെയ്തിരിക്കേണ്ട ലെവൽസ് ഏതൊക്കെയാണ്? ഇമ്മീഡിയറ്റ് നിഫ്റ്റിയിൽ ഈ 24,500 എന്ന് പറയുന്നത് ഒരു കഴിഞ്ഞ ഒരു 2 വീക്സ് ആയിട്ടുള്ള ഒരു സപ്പോർട്ട് സോണാണ്. എനിക്ക് തോന്നുന്നു അതിൻ്റെ അടുത്ത് വരുമ്പോൾ ചെറിയ പുൾ ബാക്ക് തരാനുള്ള സാധ്യതയുണ്ട്. ആ പുൾ ബാക്കിനാണ് ഇപ്പൊ ഇന്ന് നമ്മൾ കാണുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ പുൾ ബാക്ക് കറക്റ്റ് കണ്ടിന്യൂ ചെയ്ത് പോവുകയാണെങ്കിൽ നമുക്കൊരു 25,200 വരെയൊക്കെ പോകാനുള്ള ഒരു സാധ്യത ഇപ്പോൾ നമുക്ക് അതിൻ്റെ ഒരു സ്ട്രെങ്ത് അതിനുണ്ട്. ബട്ട് അത് ഒന്ന് വാച്ച് ചെയ്യണം. കാരണം 24,500 ഒരു ബ്രേക്ക് എന്നുള്ള സിറ്റുവേഷനിലാണ് നിൽക്കുന്നത്. അനുഭവപരമായ ഒരുപാട് ന്യൂസ് അടുത്ത ദിവസങ്ങളിൽ വരാനുണ്ട്. ഈവൻ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് RBIയുടെ ന്യൂസ് ഉൾപ്പെടെയുള്ളത് വരാനുണ്ട്. ഇപ്പൊ ആ ഒരു ലെവല് ഒരു ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു സപ്പോർട്ടാണ്. ഇവിടെ നിന്ന് എന്തെങ്കിലും പുൾ ബാക്ക് കിട്ടുകയാണെങ്കിൽ 24,200 പോകാനുള്ള സാധ്യതയാണ് അടുത്തൊരു 2-3 വർക്കിംഗ് ഡേയ്സിൽ നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നത്. പിന്നെ ഇമ്പോർട്ടന്റ്, ഞാൻ ഗോൾഡിന്റെ ഒരു ചാർട്ടും കൂടെ വെച്ച് വായിക്കാനായിട്ട് നോക്കുകയാണ്. കാരണം ഗോൾഡില് കഴിഞ്ഞ ഒരു 2-3 വീക്സ് ആയിട്ട് ഹയർ ആയിട്ടുള്ള ടോപ്സ് ഒന്നും എടുക്കാനായിട്ട് കഴിയുന്നില്ല. പക്ഷേ ഓരോ സമയവും ഫാൾ വരുമ്പോൾ ആ ഒരു ലോവർ ബാക്ക് ചെയ്ത് വരുന്ന ഒരു സിറ്റുവേഷനും തിരിച്ച് റിക്കവറി കാണിക്കുന്നുണ്ട്. ഇപ്പൊ ഒരു ഹയറിലേക്ക് പോകാൻ കഴിയാതെയും ഒരു കൺസോൾട്ടേഷൻ മൂവിലേക്ക് ഗോൾഡിന്റെ പ്രൈസ് മൂവ് ചെയ്യുമ്പോൾ നമ്മുടെ ഇക്വിറ്റി മാർക്കറ്റിലേക്ക് അതിന്റെ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു സ്ട്രെങ്ത് വരാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ അതൊരു ആന്റിസിപ്പേഷൻ ആണ്. അപ്പൊ അതും കൂടെ ഒന്ന് മനസ്സിൽ വെച്ചിട്ട് വേണം നമ്മളുടെ നിഫ്റ്റിയെ നമുക്ക് ട്രേഡിംഗ് പാറ്റേൺ തിരഞ്ഞെടുക്കേണ്ടത്. ഇനി ബാങ്കിലേക്ക് പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ വീക്ക് ബാങ്കിന്റെ സ്റ്റോക്സിനെല്ലാം തന്നെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സ്റ്റോക്സ് ഒരു വീക്കാണ്. അപ്പൊ ഇവിടെ ഞാൻ കാണുന്നത് പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ബാങ്ക് നിഫ്റ്റി ഇൻഡെക്സിനെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഉണ്ടായ പ്രോഫിറ്റ് ബുക്കിംഗ് ഒക്കെ സ്വാഭാവികമായ ഒരു ട്രേഡിംഗ് പാറ്റേണിന്റെ കണ്ടിന്യൂഷൻ മാത്രമാണ്. ഇന്ന് എനിക്ക് തോന്നുന്നു ഇവിടെ നിന്ന് റിക്കവർ ചെയ്യാനുള്ള സാധ്യതയുണ്ട് ബാങ്ക് നിഫ്റ്റി. അങ്ങനെ റിക്കവർ ചെയ്യുകയാണെങ്കിൽ പുതിയ ഹൈയിലേക്ക് വരാനുള്ള സാധ്യതയാണ് കാണുന്നത്. 56,000 എബോവ് പോകാനുള്ള സാധ്യത ഒരു 2-3 ഡേയ്സിൽ നമുക്ക് നോക്കുകയാണെങ്കിൽ 58,000 വരെയൊക്കെ പോകാനുള്ള സാധ്യതയുണ്ട്. ഒരു പോസിറ്റീവ് ട്രെൻഡ് ബോളിംഗ് സപ്പോർട്ടൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പൊ എല്ലാ ബാങ്കുകളും പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട്. ഈവൻ PSU ആയിട്ടും പ്രൈവറ്റ് ആയിട്ടും എല്ലാ ബാങ്കുകളും പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നതുകൊണ്ട് തീർച്ചയായിട്ടും നമുക്ക് ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഔട്ട്ലുക്കാണ് ബാങ്ക് നിഫ്റ്റിയിൽ വെക്കാൻ കഴിയും.